ഇന്റലിജൻസ് നമ്മുടെ ചേർന്ന വീഡിയോയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ആണ് വരുന്നത് ഇത് പ്യുവർ കോട്ടൺ ഫാബ്രിക് ജയ്പൂർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വരുന്നത്. അത്യാവശ്യം പ്രീമിയം റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ്. 2000 എബോ റേഞ്ച് ഉണ്ട്. അത് കോട്ടന്റെ മെറ്റീരിയലിന്റെ ഡിഫറൻസ് ആട്ടോ. കോട്ടൺ ഇതുപോലെ തന്നെ പ്രിന്റഡ് ആയിട്ട് നമുക്ക് റേറ്റ് നല്ല കുറഞ്ഞും വരാറുണ്ട്. അത്യാവശ്യം നല്ല റേഞ്ചിലും വരുന്നുണ്ട്. അപ്പൊ ഇത് പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ്. അപ്പൊ അതിൻ്റെതായ റേറ്റ് കൂടുതലുണ്ട്. പ്യുവർ തന്നെ ഉപയോഗിക്കുന്നവർ തന്നെ നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഒരു 2000 മിച്ചം റേഞ്ച് വരുന്ന ഐറ്റം ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പിന്നെ ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ഇതും നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. നിങ്ങൾക്ക് ടച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ കോട്ടന്റെ ഒക്കെ ഒരു ക്വാളിറ്റി. ബോട്ടം ആണെങ്കിലും ഫുൾ പ്രിന്റഡ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിന് കളർ വരുന്നത് ഒരു ലാവൻഡർ കോമ്പിനേഷൻ ആട്ടോ. ഒരു ക്രീം ഷെയ്ഡിൽ ബേസ് കളർ വരുന്ന ഒരു ക്രീം ഷെയ്ഡാണ്. പിന്നെ ക്രോഷിയുടെ ലേസ് ഒക്കെ കൊടുത്ത് എക്സ്ട്രാ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിലും ഉണ്ട്, താഴെ ബോർഡറിലും ഉണ്ട്. ഇത് ബോട്ടത്തിന്റെ പ്രിന്റ് ഇതുപോലെ വരും. ദുപ്പട്ട നല്ല രസമാട്ടോ. 4 സൈഡിലും ക്രോഷിയുടെ ലേസ് വർക്ക് വെച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫുൾ ലുക്കിൽ നമുക്ക് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. പിന്നെ നമ്പർ വരുന്നത് N857, റേറ്റ് 2200 2266. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു പിങ്കിന്റെ കോമ്പിനേഷൻ ആട്ടോ. ഞാൻ ഇന്നലെ കാണിച്ചേക്ക മെറ്റീരിയൽ ഡിഫറെന്റ് ആയിരുന്നു ഏകദേശം, പക്ഷെ കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും. പ്രിന്റ് ഒക്കെ വേറെ ആട്ടോ. ഇതൊക്കെ ഒറിജിനൽ ആ ഒരു നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് കൊടുത്തേക്കുന്നത്. ഇതിങ്ങനെ കാണുന്നേക്കാൾ നമുക്ക് തയ്ച്ചിടുമ്പോഴാട്ടോ ഭംഗി മനസ്സിലാവുള്ളൂ. അപ്പൊ ഒരു പ്യുവർ കോട്ടൺ തന്നെ ഇത്രയും റേറ്റ് ഉള്ളത് യൂസ് ചെയ്യുന്നവർ നോക്കിയാൽ മതി. പല റേഞ്ച് വരുന്ന ആയതുകൊണ്ടാട്ടോ ഞാൻ എടുത്ത് പറയുന്നത്. അപ്പൊ ഇത് 2000 മേളിൽ റേഞ്ച് വരുന്ന ഐറ്റം ആണ്. അപ്പൊ ആ ഒരു റേഞ്ചിൽ യൂസ് ചെയ്യുന്നവരാണ് നോക്കിയാൽ മതി. കാരണം ഇതിന് തന്നെ ഒത്തിരി റേറ്റ് കുറഞ്ഞതും കൂടിയൊക്കെ വരാറുണ്ട്. പ്രിന്റിന്റെ കാറ്റിയും ആ ഒരു മെറ്റീരിയലും ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ റേറ്റ് കൂടി തന്നെ എടുക്കണം. അപ്പൊ ഇത് ശരിക്കും നിങ്ങൾ ഫസ്റ്റ് എങ്കിലും ഒന്ന് ഡ്രൈ വാഷ് ചെയ്തിരിക്കണം. ഒരു 1500 മേലോട്ട് വരുന്ന ഐറ്റംസ് എല്ലാം തന്നെ ഒന്ന് ഡ്രൈ വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. പിന്നെ ദുപ്പട്ട വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഒരു പിങ്കിന്റെ കോമ്പിനേഷനാണ് വരുന്നത്. ബോട്ടം മുമ്പേ കാണിച്ചതിന് പ്രിന്റ് കോമ്പിനേഷൻസ് ഒക്കെ അതിന്റെ ആ ഒരു കളറിന് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യുക. ഇതിന്റെ നമ്പർ വരുന്നത് N860, റേറ്റ് 2200. അടുത്ത ഷെയ്ഡ് വരുന്നത് ഇതൊരു പീച്ചിന്റെ കോമ്പിനേഷൻ ആട്ടോ. ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഒരു ഭംഗി കൂടുതലുണ്ട്. കാരണം ഇതിൻ്റെ അത് ഷെയ്ഡ് 2-3 ഷെയ്ഡ് ഇങ്ങനെ മിക്സ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുമൊക്കെ റേറ്റ് കൂടാൻ വേറൊരു കാരണമാട്ടോ. അതിന്റെ ഒരു പ്രിന്റിങ്ങിന്റെ ക്വാളിറ്റിയും അതിന്റെ യൂസ് ചെയ്തേക്കുന്ന കളർ മിക്സിങ്ങും ഒക്കെ ആ ഒരു റേറ്റിൽ വ്യത്യാസം വരുത്തും. പിന്നെ നല്ല രസമാട്ടോ കോമ്പിനേഷൻ കാണാൻ. ഒരു ലൈറ്റ് ലാവൻഡർ ആൻഡ് പീച്ചിന്റെ കോമ്പിനേഷൻ ആണ് കൊടുത്തേക്കുന്നത്. കോട്ടണിലാണ് കേട്ടോ. ഭയങ്കര ഗ്ലേസിങ് കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു റേറ്റിൽ എടുക്കുന്നവർക്ക് അതിനെപ്പറ്റി അറിയാം. പിന്നെ ദുപ്പട്ടയാണല്ലോ ഇതുപോലെ 4 സൈഡിലും ക്രോഷഡ് ലേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ വരുന്നത് N859, റേറ്റ് 2200. നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു പേസ്റ്റൽ ടൈപ്പ് ഗ്രീൻ കളർ ആട്ടോ. എല്ലാം നല്ല കളേഴ്സിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പൊ എല്ലാത്തിനും ബോട്ടം അതൊക്കെ പ്രിന്റ് ആയിട്ട് തന്നെയാണ് കൊടുത്തേക്കുന്നത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. പിന്നെ ദുപ്പട്ടയാണെങ്കിലും നല്ല ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക് ആണ്. 4 സൈഡിലും ബോർഡർ ഉണ്ട്. എല്ലാം നല്ല ഹാൻഡ് ബ്ലോഗ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. താഴത്തെ ബോർഡർ ആണെങ്കിലും അത്രയും നല്ല വീതിക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റം ആട്ടോ. ബോർഡർ വേണ്ടാത്ത അത്രയും ലെങ്ത് വേണ്ടെങ്കിൽ ബോർഡറും കട്ട് ചെയ്താൽ മതി. പിന്നെ നമ്പർ വരുന്നത് N858, റേറ്റ് 2200 2200.